മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പാസ്സായി. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് ജോലി കിട്ടി. സൂപ്പർ. 3 മാസം പ്രൊബേഷനാ. ബാക്കിയൊക്കെ നേരിട്ട് പറയാം. അതിരിക്കട്ടെ, ഗൗരി വിളിച്ച് വെറുതെ ആണോ അതോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ വിളിച്ചത് ഒരു ചെറിയ വാർത്ത പറയാൻ വേണ്ടിയാ. എന്താ ഗൗരി? എന്തായാലും നിങ്ങളുടെ വീട്ടിൽ തന്നെ ദേവിക ഉണ്ടല്ലോ, അത് കൂടുതൽ നന്നായി. കാര്യം എന്താ? നവീൻ ചിലപ്പോഴേ പെട്ടെന്ന് ലീവ് റെഡിയാക്കി വരും. ആണോ? അങ്ങനെയാണെങ്കിൽ വിവാഹം നമുക്ക് കുറച്ച് നേരത്തെ നടത്താൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അത് സന്തോഷമുള്ള കാര്യല്ലേ? എന്തായാലും വീട്ടിലൊന്ന് സംസാരിക്കോ? നവീനോട് ചോദിച്ചിട്ട് എപ്പോഴാ വരുന്നതെന്നൊക്കെ ഞാൻ അറിയിക്കാം. ശരി ഗൗരി, ഞാൻ ഇപ്പൊ തന്നെ പറയാം. ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി. എന്താ ചേച്ചി? എന്താ മോളെ, കല്യാണക്കാരിയാണോ ഗൗരി പറഞ്ഞത്? അമ്മേ, നവീൻ ചിലപ്പോ ലീവില് നേരത്തെ വരും. അങ്ങനെയാണെങ്കിൽ അപ്പ വിവാഹം നടത്താവൂന്ന് ചോദിക്കുന്നു. അല്ല മോളെ, ഉടനെ തന്നെ? ഉടനെ അല്ല, അല്പം താമസിച്ചിട്ടാണെങ്കിലും വിവാഹം എപ്പോ വേണമെന്ന് ഞാൻ പറയും. നീ ഇങ്ങനെ തരാതരം മാറ്റി പറയരുത്. ഇനി നീ അഭിപ്രായം പറയണ്ട. അത് കൊള്ളാം. എന്റെ കല്യാണത്തിന് ഞാനല്ലാതെ അപ്പുറത്തുള്ളവരാണ് അഭിപ്രായം പറയണ്ടേ? മോളെ, നവീൻ വന്ന് നിന്നെ കണ്ടിട്ട് പോയതാ. നീ ഉറച്ചു നിൽക്കണം. അതെ, ഞാൻ ഉറച്ചു നിൽക്കുക. ഇപ്പോഴെങ്ങും എനിക്ക് കല്യാണം വേണ്ടാന്ന്. മോളെ, നീ എന്തായി പറയുന്നേ? ഏയ് അച്ഛാ, അത് കാര്യാക്കണ്ട. അവള് സമ്മതിക്കും. അവസാനം കല്യാണ ദിവസം നവവധു പന്തലി വരാതെ വീട്ടിനകത്ത് അടച്ചിരുന്നു എന്ന വാർത്ത വരും. അപ്പൊ മനസ്സിലാവും. മോളെ, ആ വീട്ടുകാർക്ക് നമ്മൾ വാക്ക് കൊടുത്തുപോയി. അത് നീ മറക്കരുത്. എന്തിനാ എന്റെ സമ്മതം ഇല്ലാതെ വാക്ക് കൊടുത്തേ? എന്റെ കല്യാണം പൂർണ്ണമായിട്ടും എന്റെ അഭിപ്രായം വച്ചിട്ട് വേണം തീരുമാനിക്കാൻ. നവീനോട് ഞാൻ പറഞ്ഞാണല്ലോ പഠിത്തം കഴിയാതെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കണ്ടെന്ന്. മോളെ, നീ ഇങ്ങനെ ചൂടാവാതെ. നിന്റെ സമ്മതം ഇല്ലാതെ ആരും ഈ കല്യാണം നടത്തില്ല. നീ വന്നേ, വാ പറയട്ടെ. ഈശ്വര, ഈ പെണ്ണിന് കല്യാണി വേണ്ടെന്ന് പറയോ? ഏയ്, അവക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. പഠിക്കണം എന്നല്ലേ അവള് പറയുന്നുള്ളൂ. അത് ദൈവമോട് പറഞ്ഞ് ശരിയാക്കിക്കോളൂ. ശാരികയ്ക്ക് നവീനം താല്പര്യമാണെങ്കിൽ പിന്നെ വെച്ച് നീട്ടുന്നതിൽ കാര്യമില്ല. ശാരി ഇപ്പോഴും പിടിതരാത്ത അവസ്ഥയില. ഞാനത് അവളോട് സംസാരിക്കാം. പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്നായിരിക്കും ശാരികയുടെ മനസ്സിൽ. ഇനിയിപ്പം നവീനെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കൂടി അറിയണമല്ലോ. അയ്യോ, ഇതിൽ മധുരം ഇല്ലല്ലോ രജനി. മധുരം വേണ്ടെന്ന് പറഞ്ഞു. ആര്? നന്ദന് മധുരം വേണ്ടേ? നന്ദനല്ല പറഞ്ഞത്, ദേവികയാ. ദേവികേ, ദാ എത്തി ചേച്ചി. എന്തുപറ്റി? പഞ്ചസാര തീർന്നു? ഗിരീഷേട്ടാ, ഇത്തിരി മധുരം കൂടുതൽ കഴിച്ചോ? അത് ശരി. അപ്പോ അതാണ് കാര്യം. അമ്മേ, എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങിച്ചത്? ഒരു സന്തോഷം. ജോലി കിട്ടിയിട്ട് കുറച്ച് ലഡു വാങ്ങിച്ചു കൊടുത്തപ്പോ ഒരു മനസ്സുഖം അല്ലേ ദേവി? അതെ. നന്ദോ, ഓ പിന്നെ മതി. ഇത് കഴിക്കേ. ദേവികെ, ഇങ്ങനെ ലാവിഷാവല്ലേ? ശമ്പളത്തിന്റെ പകുതിയും ഇങ്ങനെ സ്വീറ്റ്സ് വാങ്ങി കൊടുക്കാനേ തികയൂ, പറഞ്ഞേക്കാം. അത് ശരി. ഗിരീഷേട്ടൻ എന്നെ കളിയാക്കല്ലേ? സ്കൂൾ മാഷിന്റെ അത്ര ഇല്ലെങ്കിലും മോശമില്ലാത്ത ശമ്പളം എനിക്കും കിട്ടും ഗിരീഷേട്ടാ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. മോള് ജോലിയിൽ ഹാപ്പി അല്ലേ? പിന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ബോസ് ഒരു ലേഡിയാ. അവരൊരു സംഭവമാ. നല്ല കമാൻഡിങ് പവറാ. ഒന്ന് നോക്കിയാ മതി, നമുക്ക് ടെൻഷനാവും. ആ
അതിപ്പോ അമ്മയോ? ഒന്ന് നോക്കിയാൽ തന്നെ ടെൻഷൻ ആവില്ലേ? നിങ്ങളുടെ ബോസ് പോലും അമ്മയുടെ നോട്ടത്തിൽ വരണ്ടു പോവും. ആ ഡാഡാ എന്നെ അങ്ങ് വിട്ടേക്ക്. അവൻ പറഞ്ഞത് നേരാ. ദേവിക വന്നു കയറിയ സമയത്ത് അമ്മയെ കണ്ടിട്ട് ഒളിച്ചു നിൽക്കുന്നത് ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട്. അതെ. വക്കീലാണല്ലോ. ഹലോ സർ. ആ മാഡം, ചന്ദ്രമതി മാഡം പിന്നെ വിളിച്ചായിരുന്നോ കേസ് പിൻവലിക്കുന്ന കാര്യം പറഞ്ഞിട്ട്? ഇല്ലേ, നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഉടൻ തന്നെ കാര്യങ്ങൾ തീർക്കുമെന്നല്ലേ അവര് പറഞ്ഞത്? അതെ, ഞാനും അതാ ആലോചിക്കുന്നേ. അന്ന് വന്നപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വിളി വരാത്തത് കൊണ്ട് ഞാൻ വിളിക്കുകയും ചെയ്തു. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അതൊരു ദുസ്സൂചനയാണല്ലോ. എന്താ സർ? അല്ല, ടെൻഷൻ അടുപ്പിക്കുന്നൊന്നുമല്ല. ഇത്രയും ഉത്സാഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയവര് ഫോൺ എടുക്കാത്തതിൽ എന്തോ ഒരു ചെറിയ അസ്വാഭാവികത ഇല്ലേ? സർ, പക്ഷെ ചന്ദ്രമതി അങ്ങനെ പറ്റിക്കില്ല. അവൾ അത്രയും ആത്മാർത്ഥതയോടെ പറഞ്ഞേ. അല്ല, മനുഷ്യന്റെ മനസ്സല്ലേ മാഡം, ഏത് വഴിക്കൊക്കെ പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും നമുക്ക് നോക്കാം. മാഡം വിളിക്കണം. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ശരി വക്കീലേ. എന്താ അമ്മേ? അല്ല, എന്റെ മനസ്സിലെ സംശയങ്ങളൊക്കെ തന്നെയാ കാട്ടൂരാൻ ചോദിക്കുന്നത്. ചന്ദ്രമതി എവിടെ പോയിന്ന്? അത്രയും താല്പര്യത്തോടെ ഇങ്ങോട്ട് വന്നു പറഞ്ഞ ചന്ദ്രമതിയെക്കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. കാട്ടൂരാൻ പറയുന്നത് എന്തോ ഒരു ദുസൂചനയുണ്ടെന്നാ. എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് എനിക്കും തോന്നുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ ചന്ദ്രമതിയുടെ കാര്യത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്? ഒരു ദിവസം പെട്ടെന്ന് വരിക, സ്നേഹത്തോടെ ഒരുപാട് സംസാരിക്കുക. ദേവികയോടൊക്കെ എന്തു വാത്സല്യത്തോടെ സംസാരിച്ചേ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയ ആള് ഇപ്പൊ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. അമ്മ പറഞ്ഞത് ശരിയാ. ആന്റി വളരെ പോസിറ്റീവായിട്ടാ അന്ന് സംസാരിച്ചത്. ഇത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. കുറച്ച് സമയം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഒരു വലിയ അടുപ്പം എനിക്കും തോന്നിയിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും അസുഖമായിട്ടുണ്ടാവോ? എങ്കിലും വിളിച്ചു പറയാലോ, അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും വിളിപ്പിക്കാലോ. ഇത് കാട്ടൂര വക്കീല് പറയുന്ന പോലെ എന്തോ ഒരു ദുസൂചന തന്നെയാ. ഈ വീട്ടുതടങ്കൽ മൊത്തത്തിൽ എങ്ങനെ ഉണ്ട് ചേച്ചി? ഹാപ്പി അല്ലേ? സത്യം പറഞ്ഞ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോ പാവം തോന്നും. നീ എന്താടാ എന്നെ കളിയാക്ക? ഏയ് അല്ല ചേച്ചി, എന്തൊരു വിധിയാ ചേച്ചിയുടേത്. സത്യത്തിൽ
ചേച്ചി എന്നോടൊപ്പം എനിക്ക് വേണ്ടി നിന്നിരുന്നെങ്കിൽ പ്രാണിയെ പോലെ വാഴായിരുന്നില്ലേ? ത്യാഗരാജൻ നീ പോയേ. എന്റെ അളിയൻ അധ്വാനിച്ചതും തട്ടിയെടുത്തതും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞ് നമ്മുടെ ശത്രുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടല്ലേ ഇങ്ങനൊരു ജീവിതം? അല്ലേ? ജീവിതം മുഴുവൻ തകർച്ചയായി പോയല്ലോ ചേച്ചി. ഒന്ന് ഫോൺ ചെയ്യാൻ പോലും എന്റെ അനുവാദം വേണം. ചേച്ചിക്ക് ആരെങ്കിലും വിളിക്കണോ? അല്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സ്വിച്ച് ഓൺ ചെയ്യാം. വേണമെങ്കിൽ ആരെങ്കിലും വിളിച്ചോ. ചന്ദ്രോത്തുകാരല്ലാതെ വേറെ ആരോട് വേണേ സംസാരിച്ചു. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 8000156 8008000120. പക്ഷേ ദേ ഈ അവസ്ഥ അത് പറയരുത്. അയ്യടാ, കൊള്ളാലോ ബുദ്ധി. ആഹാ, കോള് വന്നല്ലോ. ആരാ? വലിയ പുള്ളിയാ. നോക്കട്ടെ. ഹലോ, ഇത് തേവക്കാട്ടെ ചന്ദ്രമതിയുടെ ഫോണല്ലേ? അതെ മാഡം, ഞാൻ ത്യാഗരാജനാണ്. ത്യാഗരാജൻ ഫോണൊന്ന് ചന്ദ്രമതിക്ക് കൊടുക്കൂ. അയ്യോ മാഡം, ചേച്ചി ഇവിടെ ഇല്ല. പുറത്തെങ്ങാനും പോയിരിക്കാണോ? ഒരു അത്യാവശ്യ കാര്യമായിരുന്നു. ഓ, ചേച്ചി ഡൽഹിക്ക് പോയിരിക്കുകയാണ് മാഡം. അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടേ. ചേച്ചി ഫോൺ കൊണ്ടുപോയിട്ടില്ല. കുറച്ചു ദിവസത്തേക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യുന്നില്ലെന്നാ പറഞ്ഞേ. മനസ്സിന്റെ ഒരു ശാന്തതയ്ക്ക്. അവിടുത്തെ ഏതെങ്കിലും കോണ്ടാക്ട് നമ്പർ ഉണ്ടാവോ? അയ്യോ ഇല്ല മാഡം. വിളിക്കാൻ അത്യാവശ്യം വന്നാ അവിടുന്ന് അടുത്തൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാന്നാ പറഞ്ഞിട്ടുള്ളേ. എന്തായാലും വിളിക്കുവാണെങ്കിൽ മാഡം വിളിച്ച കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചേക്കാം. ശരി. ഓ ശരി മാഡം. കേട്ടല്ലോ, ചേച്ചി ഇപ്പൊ ഡൽഹിയില. 2 ദിവസം കഴിയുമ്പോ എല്ലാരും അത് വിശ്വസിക്കുകയും ചെയ്യും. ഇതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം വളരെ എളുപ്പമാ. രേഖകളൊക്കെ എനിക്ക് വേണ്ടി ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ആലോചിച്ച് തീരുമാനിക്കേ. തീരുമാനം എനിക്ക് അനുകൂലമല്ലെങ്കിൽ ഈ ഡൽഹിയിലാന്നുള്ളതങ്ങ് മാറ്റും. കാശി കൊണ്ടു ചെന്ന് ചിതാഭസ്മം നിമഞ്ജനം ചെയ്തെന്ന് എല്ലാരും അറിയിക്കും. അറിയിക്കുക മാത്രമല്ല, ചിതാഭസ്മം ഒഴുക്കുകയും ചെയ്യും. അത് കാശിയിലല്ല, കോർപ്പറേഷൻ വക തോട്ടില്. പിന്നെ ഈ ഫോൺ ചെയ്ത ആരാന്നറിയാമോ? മന്ത്രിയാ, മന്ത്രി. നന്നായി വരട്ടെ.
ആഹാ, അപ്പോ ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടോ? എന്താ പിന്നെ എന്നെ കൂടെ അനുഗ്രഹിച്ച? പോടാ അവിടുന്ന്. നീ ദേവിക ഓഫീസിലാക്കിട്ടല്ലേ പോവുള്ളൂ. ആ അതെ. എന്നാ ശരി, ഇറങ്ങാം. ശരി അമ്മേ. എടാ ഗിരി, സമയം കിട്ടുവാണെങ്കിൽ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോണേ. ഓ, ഞാൻ അന്വേഷിച്ചോളാമേ. ഓ, പോയിട്ട് ആന്റി. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോവാ. അനുഗ്രഹം ഉണ്ടാവണം. നന്നായിട്ട് വരും മോളെ. അമ്മേ, പോയിട്ട് വരാം. ഗിരീഷേട്ടാ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല രജനീച്ചി നിക്ക്. രാവിലെ തന്നെ അടുക്കളയിൽ കയറി ഇതൊക്കെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിട്ടാ? ആദ്യം എന്റെ അനിയത്തിക്ക്, ഇനി എന്റെ അനിയന്, താങ്ക് യു. ഇനി എന്റെ ഭർത്താവിന്. താങ്ക് യു. അത് ശരി, ഭർത്താവ് അപ്പൊ അവസാനമായി. ആ, സത്യം പറഞ്ഞ ആദ്യം ഹസ്സിന് കൊടുക്കണോന്ന് ആഗ്രഹിച്ചത്, പിന്നീട് എവർക്ക് ഫീൽ ചെയ്താലോന്ന് വെച്ചു. ഓ, ഞങ്ങൾക്ക് ആ ഫീലൊന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് ഇവിടെ ഗിരീഷിടം കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ. കുഞ്ഞളിയോ, ഓവറാക്കല്ലേ. അല്ല, അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞേട്ടാ. സത്യം പറഞ്ഞ നിങ്ങൾ 3 പേരും ഇങ്ങനെ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നത് കാണുമ്പോ വല്ലാത്തൊരു സന്തോഷം. ഇവിടെ നിൽക്കുന്ന 5 പേരും ജോലിക്കാരാ. ഒരാള് പെൻഷനായി, അടുത്ത ആൾ ഡിസ്മിസുമായി. ഒരു തനി അടുക്കളക്കാരി ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ദൈവമേ, നീ ഇതൊക്കെ കാണുന്നില്ലേ? എടി രജനി മോളെ, ഈ വീടിന്റെ നട്ടല് എന്ന് പറയുന്നത് അടുക്കളയാ. അടുക്കള ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ വലിയ വലിയ ഭാഗ്യമല്ലേ? ആണോ? പിന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ നാളെ മുതല് ഗിരി അടുക്കള കയറിക്കോ. ഭാഗ്യം വെറുതെ നഷ്ടപ്പെടുത്തുന്ന എന്തിനാ? എന്താ ഗിരി, സമ്മതമാണോ? അത് പിന്നെ ഗിരീഷേട്ടൻ പെട്ടു. ആ, ഒരു കാര്യം കൂടെ ഉണ്ട്. സർക്കാർ തീരുമാനോ നിയമമാവാൻ പോകുന്നുണ്ട്, അറിഞ്ഞാണല്ലോ. വീട്ടമ്മമാരായ ഭാര്യമാർക്ക്, അതായത് മറ്റു ജോലികളൊന്നും ഇല്ലാതെ വീട്ടിലെ വൈപ്പും തൂപ്പും തുടപ്പമായിട്ട് കഴിയുന്ന ഭാര്യമാർക്ക് ഭർത്താവ് ഒരു തുക ശമ്പളമായിട്ട് നൽകണം. എല്ലാരും വായിച്ചാണല്ലോ. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. സാരല്ല, കയ്യിൽ ഓർഡർ കിട്ടുമ്പോ അറിഞ്ഞോളൂ. അതെ, ഇവരുടെ കഥ കേട്ട് നിന്നാലേ ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആവേ. ദേവികെ, ഇറങ്ങാൻ നോക്ക്. ശരി മോളെ. അമ്മേ, പോയിട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശരി, പോയിട്ട് വരാം അമ്മേ. ടാറ്റാ. കാട്ടൂരം വക്കീലിന്റെ ഓഫീസിൽ പോണം. ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ദേവിക ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും പോകുന്ന കാണുമ്പോ ഒരു സന്തോഷം. പാവം, ഒരുപാട് അനുഭവിച്ചു. ഇനി മറ്റൊരു അന്തരീക്ഷത്തിൽ മനസ്സൊന്ന് ശാന്തമാവട്ടെ. ഒരു കുഴപ്പം പിടിച്ച കേസാണല്ലോ മാഡം. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടാ ചന്ദ്രമതി ഒന്ന് പോയത്. അടുത്ത 1-2 ദിവസത്തിൽ തന്നെ അവളുടെ വിളി വരുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരറിവുമില്ല. ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്തു, എടുത്തില്ല. ചന്ദ്രമതി ഡൽഹി പോയിരിക്കാന്നൊരു വാർത്ത അന്തരീക്ഷത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും സത്യമാവില്ല. കാരണം അത്രയും സത്യസന്ധമായിട്ടാ അവൾ എനിക്ക് വാക്ക് തന്നത്. ഉള്ളിൽ കളങ്കമില്ലാതെ അവള് സംസാരിച്ചത്. കഴിഞ്ഞതെല്ലാം പറഞ്ഞവസാനിപ്പിച്ച് ഒരു പുതിയ ചന്ദ്രമതിയായിട്ടാ അവള് വീട്ടിൽ നിന്ന് പോയത്. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്.
ഒന്നുകിൽ സാധാരണ രീതിയിൽ സംഭവിക്കാവുന്നത്. അവര് വാക്ക് തന്നെങ്കിലും പിന്നീട് ആലോചിച്ച് മനസ്സ് മാറ്റിയതാവാം. അങ്ങനെയാ എനിക്കും തോന്നിയത്. പക്ഷേ ഇല്ല, ഞാൻ അന്ന് കണ്ട ചന്ദ്രമതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എങ്കിൽ പിന്നെ അവര് പ്രഭാമാടത്തിന് കമ്പനി വസ്തുക്കൾ തിരികെ തരുന്നതിന് ആരോ ഒരാൾക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പുള്ള ആള് മറ്റാരുമല്ല, ത്യാഗരാജൻ തന്നെയാ. മിക്കവാറും ചന്ദ്രമതി ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. ത്യാഗരാജൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവന്മാർക്ക് രക്തബന്ധമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അവരായിരിക്കും ചന്ദ്രമതിയെ ഇപ്പൊ നിയന്ത്രിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഉണ്ട് വക്കീലേ. സാഹചര്യം ഉണ്ടെന്നല്ല, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം, ഒന്ന് അന്വേഷിക്കാം. വേണ്ട വേണ്ട, അത് ഭയങ്കര ആപത്താവും. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.